നമസ്കാരം. എസ് വി ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത്. വിഷയത്തിലേക്ക് വരാം. എല്ലാവരും പറഞ്ഞു എം വി ഗോവിന്ദൻ മാസ്റ്റർക്ക് സീറ്റില്ല, പൊയ്ക്കോട്ടെ, അദ്ദേഹം പാർട്ടി സംസ്ഥാന സെക്രട്ടറിയാണ്. എം സ്വരാജ്, എല്ലാവരും ട്രോളുകളായിരുന്നു. എം സ്വരാജ്, ഷംസീർ, ജയ്ക്ക്, അങ്ങനെ തുടങ്ങിയ നേതാക്കന്മാരെ എല്ലാം കൂടെ വെച്ചുകൊണ്ട് അങ്ങ് പോസ്റ്റർ പ്രകടനം. പി ജയരാജൻ, ഇ പി ജയരാജൻ, എം പി ജയരാജൻ ഇങ്ങനെ തുടങ്ങിയ നിരവധി നേതാക്കന്മാരെ, അതായത് ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ലഭിക്കാതിരുന്ന കുറേ നേതാക്കന്മാരുടെ ചിത്രങ്ങൾ വെച്ച് കരഞ്ഞും കരയാതെയും ഒക്കെയുള്ള ട്രോളുകൾ ധാരാളമായി ഇങ്ങനെ പുറത്തേക്ക് വന്നു. ആദ്യഘട്ടത്തിൽ ഈ പറയുന്ന മിക്ക നേതാക്കന്മാർക്ക്, ഇപ്പം ഒരുപാട് നേതാക്കന്മാർ, സി എ സുജാത അടക്കമുള്ള നിരവധി CPM സഖാക്കന്മാരുണ്ട്. അപ്പം അവരെയൊക്കെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടുത്താതെ പോയതിൽ വല്ലാതെ ഖേദമുണ്ടായിരുന്ന ഒരു സമയമുണ്ടായിരുന്നു നമുക്കെല്ലാവർക്കും, പാർട്ടി അനുഭാവമുള്ള പലർക്കും. എന്നാൽ ഇവിടെ നമ്മൾ കാണേണ്ട മറ്റൊരു വശം കൂടിയുണ്ട്. ആ വശം എന്താണ് എന്നുള്ളതാണ് നമ്മളിവിടെ ഇന്ന് ആലോചിക്കാനും ചർച്ച ചെയ്യാനും പോകുന്നത്. ഇനി കോൺഗ്രസിൻ്റെ എടുക്കാം. കോൺഗ്രസ്സിലെ ഒരുമാതിരിപ്പെട്ട നേതാക്കന്മാർക്കെല്ലാം സീറ്റ് ലഭിച്ചു. ഇപ്പം അബിൻ വർക്കിക്ക് സീറ്റ് കിട്ടി. അതിൽ സീറ്റ് കിട്ടാതെ പോയത് ഇന്ന് എൽദോസ് കുന്നപ്പള്ളി. കാര്യം അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു സ്ത്രീപീഡന പരാതി നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അപ്പോൾ അതുകൊണ്ട് എൽദോസ് കുന്നപ്പള്ളി എന്ന് പറയുന്ന ഒരാൾക്ക് സീറ്റ് ഇത്തവണ സിറ്റിംഗ് MLA-മാർക്കെല്ലാം സീറ്റ് കൊടുത്തപ്പോഴും എൽദോസ് കുന്നപ്പള്ളിക്ക് മാത്രം സീറ്റ് കൊടുത്തിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ മാങ്കൂട്ടം ഇപ്പം കോൺഗ്രസ് പാർട്ടിയിലേ ഇല്ല. കോൺഗ്രസ് പാർട്ടിയിൽ ഇല്ലാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ കയ്യിലിരിപ്പ് കൊണ്ടാണ്. നാട് നീളം നടന്ന് കോഴിത്തരം കാണിച്ചതിൻ്റെ പുറത്താണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഒടുവിൽ സീറ്റ് കിട്ടാത്ത ഒരവസ്ഥയിലേക്ക് എത്തിയത്. അപ്പോൾ അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിനും സീറ്റില്ല, ഈ പറയുന്ന എൽദോസ് കുന്നപ്പള്ളി എന്ന് പറയുന്ന പെരുമ്പാവൂരുകാരനും സീറ്റില്ല. ഇങ്ങനെ ഈ രണ്ടു പേർക്ക് സീറ്റ് ഒഴിവാക്കിയത്, അല്ലെങ്കിൽ അവരെ രണ്ടുപേരെ ഒഴിവാക്കിയത് ഒഴിച്ചാൽ ബാക്കി മുൻനിരയിലുള്ള എല്ലാ നേതാക്കന്മാർക്കും സീറ്റ് ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. അതായത് ഇനി മാറി നിൽക്കാൻ, ഇപ്പം നമ്മൾ നോക്കി VD സതീശൻ, അദ്ദേഹത്തിന് സീറ്റുണ്ട്, പറവൂരിലുണ്ട്. ഇവിടെ രമേശ് ചെന്നിത്തലയ്ക്ക് സീറ്റുണ്ട്, ഹരിപ്പാട് അദ്ദേഹത്തിന് സീറ്റ് നൽകിയിട്ടുണ്ട്. KC വേണുഗോപാൽ പിന്നെ സീറ്റുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ വലിയ തർക്കത്തിൽ നിൽക്കുകയാണ്. അദ്ദേഹം സീറ്റിൽ മത്സരിക്കുമോ ഇല്ലയോ എന്നൊക്കെയുള്ള കാര്യത്തിൽ ഇപ്പോഴും സംശയത്തിൽ നിലനിൽക്കുന്നു. ഇനി ആ ഇളവുണ്ടെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹവും മത്സരിക്കും. ഇനിയിപ്പോൾ ആകെയുള്ളത് മറ്റൊരു MP ആയ ഷാഫി പറമ്പിലാണ് പുറത്ത് നിൽക്കുന്ന വേറൊരാൾ. അല്ലാതെ പ്രത്യേകിച്ച് ഇപ്പോൾ കോൺഗ്രസിൻ്റെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന മണ്ഡലങ്ങളിലെല്ലാം UDF എന്ന് തന്നെ പറയേണ്ടി വരും. UDF മത്സരിക്കുന്ന ഈ മണ്ഡലങ്ങളിലെല്ലാം പോയിട്ട് നല്ല കാര്യക്ഷമമായി പ്രസംഗം നടത്താനോ ഈ പ്രചരണ പരിപാടികൾ കോർഡിനേറ്റ് ചെയ്യാനോ കഴിയുന്ന ഒരു നേതൃപാടവമുള്ള നേതാക്കന്മാർ കുറവാണ്. എനിക്ക് തോന്നുന്നു ഷാഫി പറമ്പിൽ മാത്രമാണ് ഇപ്പോൾ അവിടെ ഇവിടെയൊക്കെ പോയി സംസാരിക്കാൻ കഴിവുള്ള ഒരു നേതാവ്. പിന്നുള്ളത് NK പ്രേമേന്ദ്രൻ എന്ന് പറയുന്ന നേതാവുണ്ട്. അദ്ദേഹവും ഈ പറയുന്ന പോലെ അച്ചടി ഭാഷയിൽ എന്തെങ്കിലും വിവരക്കേട് പറയുന്ന ഒരാളാണ്. RSP എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ ആളായതുകൊണ്ട് പറയുന്നതല്ല, അദ്ദേഹം അങ്ങനെ തന്നെയാണ്. നമുക്ക് സമീപകാലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ബുദ്ധി മരവിച്ചു പോയിട്ടുണ്ടോ എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും. അതുപോലെയുള്ള വിവരക്കേടുകളാണ് പല ഘട്ടങ്ങളിലും NK പ്രേമേന്ദ്രൻ എന്ന് പറയുന്ന നേതാവ് നടത്തിക്കൊണ്ടിരിക്കുക. തന്നെയുമല്ല, NK പ്രേമേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കപ്പൽ എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു കൊച്ചു വള്ളത്തിൻ്റെ, കൊതുമ്പ് വള്ളത്തിൻ്റെ നേതാവ് എന്ന് മാത്രമേ പറയാൻ കഴിയൂ. കപ്പൽ എന്നൊക്കെ പറയണമെങ്കിൽ കുറച്ചുകൂടെ ആൾക്കാർ വേണം അതിനകത്ത്. കാര്യം ഇത്തവണ കിട്ടിയ സീറ്റിലെല്ലാം തോൽക്കും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. കൊല്ലം, തിരുവനന്തപുരവും കൂടെ ചേർത്ത് കിട്ടിയിരിക്കുന്ന 4 സീറ്റുകളിൽ ചവറയാകട്ടെ, ആറ്റിങ്ങലാകട്ടെ, ഇരവിപുരം ആയിക്കോളട്ടെ, ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ കുന്നത്തൂരായിക്കോട്ടെ, അങ്ങോട്ട് പോയി കഴിയുമ്പോൾ വടക്കോട്ട് ഒരു സീറ്റ് കിട്ടിയത് പയ്യന്നൂരിൽ ഈ പറയുന്ന കുഞ്ഞികൃഷ്ണ സഖാവിനെ പിന്തുണയ്ക്കുക എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്ന ഒരു പരിപാടി. അവിടെയും സീറ്റില്ല. അപ്പോൾ ഇങ്ങനെ വരുന്ന ഈ 5 മണ്ഡലങ്ങൾ എടുത്ത് പരിശോധിച്ചാലും ഒരു മണ്ഡലത്തിൽ പോലും ഒരു നേതാവിനെ, ഒരു സ്ഥാനാർത്ഥിയെ പോലും ജയിപ്പിക്കാൻ നിലവിൽ കഴിവില്ലാത്ത ഒരു നേതാവാണ് അല്ലെങ്കിൽ ഒരു പാർട്ടിയാണ് RSP എന്നുള്ള കാര്യം നമുക്ക് ഏറെക്കുറെ അറിയാം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു കൊതുമ്പ് വള്ളത്തിൻ്റെ നേതാവ് എന്നതിനപ്പുറത്തേക്ക് NK പ്രേമേന്ദ്രൻ്റെ വലിയ പ്രസക്തിയൊന്നും ഈ പറയുന്ന സമകാലിക രാഷ്ട്രീയത്തിൽ ഇല്ല. അത് വസ്തുത തന്നെയാണ്, അത് പറയാതിരിക്കാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സാഹചര്യം, അപ്പോൾ ഇവർക്ക് ആർക്കും തന്നെ ഒരു മണ്ഡലത്തിൽ, ഇപ്പം VD സതീശൻ്റെ മണ്ഡലത്തിൽ അദ്ദേഹം ലോക്കഡാണ്. അദ്ദേഹത്തിന് പുറത്തേക്ക് ഇറങ്ങി രമേശ് ചെന്നിത്തലയുടെ മണ്ഡലത്തിൽ വന്ന് പ്രസംഗിക്കാൻ കഴിയില്ല. അല്ലാന്നുണ്ടെങ്കിൽ കൊച്ചിയിലെ കാര്യം ബഹുകേമമാണല്ലോ, നമുക്കറിയാം. കൊച്ചിയിലെ ദീപ്തി മേരി വർഗീസിനെ വേണോ അതോ മറ്റേ മുഹമ്മദ് ഷിയാസിനെ വേണോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ KCയും പിന്നെ VD സതീശനും തമ്മിൽ തല്ലു നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് വേറൊരു കാര്യം. അപ്പോൾ എന്തായിരുന്നാലും ദീപ്തി മേരി വർഗീസ് പോസ്റ്റർ അടിച്ചു വെച്ചിട്ടുണ്ട്, അതിനെ ഒട്ടിച്ചാൽ മാത്രം മതി. ഇനി എന്തോ മുഹമ്മദ് ഷിയാസ് ഇനി ഇപ്പോൾ പോസ്റ്റർ അടിക്കുകയോ ഇല്ലയോ എന്നൊക്കെയുള്ള കാര്യം പിന്നീട് നമുക്ക് കണ്ടറിയേണ്ട കാര്യമുണ്ട്.
പിന്നെ വേറെ ആരും തന്നെ അത്ര ഗുണകരമായ നേതാക്കന്മാരാരും ഇന്ന് നിലവിൽ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ഇല്ല എന്നുള്ളത് വസ്തുത തന്നെയാണ്. പോയി 10 ആളെ കൂട്ട ഒരു ക്രൗഡ് പുള്ളർ എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് 10 പേരോട് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിവുള്ള, വിവരക്കേട് വിളിച്ചു പറയാത്ത ഒരു നേതാവ് പോലും ഇന്ന് കോൺഗ്രസിലില്ല. KC വേണുഗോപാൽ പോലും ഒരു ഘട്ടത്തിൽ നമുക്കറിയാം ഇവിടെ വന്നു നിന്നുകൊണ്ട് സാധാരണക്കാർ പിന്നെ ഈ പെൻഷൻ മേടിക്കുന്നത് സർക്കാർ കൊടുക്കുന്ന കൈക്കൂലിയാണ് എന്ന് വെച്ചാൽ ഇവിടുത്തെ സാധാരണക്കാരെ മുഴുവൻ കൈക്കൂലിക്കാരാക്കി മാറ്റിയൊരു നേതാവാണ് KC വേണുഗോപാൽ. പിന്നെ ഇത്രയും മോശപ്പെട്ട ഒരു PR വർക്ക് KCയുടേതല്ലാതെ ഈ കേരളം കണ്ടിട്ടുള്ളത് ഒന്ന് നമ്മുടെ ഉസ്മാൻ്റേതാണ്, അല്ല രമേശ് ചെന്നിത്തലയുടേതാണ്. അപ്പോൾ അവിടെ നമ്മൾ കണ്ട ഒരു കാര്യം എന്താണ്, പിന്നെ അദ്ദേഹത്തിനോട് കപ്പയോടാണ് വലിയ താല്പര്യം. കപ്പ പുഴുങ്ങിയതും ചമ്മന്തിയും അത് തൊഴിലുറപ്പുകാരുടെ കൂടെ നിന്ന് കഴിക്കും. വീട്ടിൽ കയറിയാലും കപ്പയും മീൻകറിയും ഒക്കെയാണ് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട വിഭവങ്ങളുമായി ഇദ്ദേഹം പോകുന്നു. സ്വിഗ്ഗി തൊഴിലാളികളുടെ, അതായത് ഫുഡ് ഡെലിവറിക്കാരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കാൻ അവർക്കൊപ്പം യാത്ര ചെയ്യുന്നു. എന്തൊക്കെ കോമാളിത്തരങ്ങൾ കാണിച്ച ഒരാളാണ് KC വേണുഗോപാൽ എന്നുള്ള കാര്യം അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ KC പറയുന്നതിനോട് പലർക്കും ചെവി കൊടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം നിലവിലുണ്ട്. സണ്ണി വക്കീലിനെ സംബന്ധിച്ചിടത്തോളം KPCC അധ്യക്ഷനാണ്. പുള്ളിക്ക് ഈ പറയുന്ന ഏരിയയിൽ നിന്നും കറങ്ങിയടിച്ച് നടക്കാൻ സമയമില്ല. കാര്യം പേരാവൂരിൽ തോൽക്കാൻ വേണ്ടി മത്സരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. തോൽവി എന്നുള്ളത് കാര്യം സ്വന്തം ഗുരുവിനെ വെട്ടി പിന്നെ എന്താ കൂടെ നടന്നവൻ്റെ കാല ചവിട്ടിയ സ്വഭാവം കാണിച്ചുകൊണ്ടാണ് പേരാവൂരിൽ അദ്ദേഹത്തെ തോൽപ്പിക്കുമെന്ന് അവിടുത്തെ പാർട്ടിക്കാരെല്ലാം കൂടെ തീരുമാനിച്ചത്. അതും അങ്ങനെ നിൽക്കട്ടെ. അപ്പം നിലവിൽ നമ്മൾ പരിശോധിച്ചാൽ കോൺഗ്രസ്സിലെ അല്ലെങ്കിൽ UDFിലെ നേതാക്കന്മാർക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടി പുറത്ത് ഒരു താരപരിവേഷമുള്ള ഒരു നേതാവും കോൺഗ്രസ്സിലില്ല എന്നുള്ളത് വസ്തുത തന്നെയാണ്. എന്നാൽ അവർക്ക് ആകെപ്പാടെ വരാനുള്ള രണ്ടേ രണ്ട് നേതാക്കന്മാരേ ഉള്ളൂ. ഒന്ന് പ്രിയങ്ക ഗാന്ധിയും ഒന്ന് നമ്മുടെ പ്രിയങ്കരനായ രാഹുൽ ഗാന്ധിയും മാത്രം. എന്നാൽ ഈ രണ്ടെണ്ണത്തിനും കേരളത്തിൽ പഴയ മാർക്കറ്റ് വാല്യൂ ഒന്നും ഇല്ല. ഇപ്പോൾ സെക്കൻഡ് സെയിലിൽ ഇട്ടേക്കുന്നതിനെക്കാട്ടി കഷ്ടത്തിൽ കിടക്കുകയാണ് ഈ പറയുന്ന രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും കേരളത്തിലെ വില. വയനാട് എന്ന് പറയുന്ന സ്വന്തം മണ്ഡലത്തിലെ ജനങ്ങൾക്ക് തൂക്കാൻ ഭിത്തിയില്ലെങ്കിൽ പോലും കലണ്ടർ അടിച്ച് വിതരണം ചെയ്ത ഒരു പാർട്ടിയുടെ ദേശീയ നേതാവും MP ഒക്കെയാണ് ഈ പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട പ്രിയങ്ക ഗാന്ധി. അവ പെങ്ങളൂട്ടി എന്നൊക്കെ കോൺഗ്രസ്സുകാർ വിളിക്കും. അങ്ങനെയുള്ള ഒരു നേതാവിൻ്റെ ആ നേതാവ് വന്നിട്ട് ഈ കേരളത്തിൽ വന്ന് എന്ത് വന്നിട്ട് പറയാനാണ്? ദോശ തിന്നതിൻ്റെയും പൊറോട്ട അടിച്ചതിൻ്റെയും പണ്ട് ഈ പറയുന്ന രാഹുൽ ഗാന്ധി തിരുവനന്തപുരത്ത് നിന്ന് വന്നിട്ട് പോയതിൻ്റെ ഒരുപാട് പ്രസ് ക്ലബിനോട് ചേർന്നിരിക്കുന്ന ഒരു ചേട്ടൻ്റെ കഥ പറയാനുണ്ട്. എല്ലാ കോൺഗ്രസ്സുകാരും കയറി ചായ കുടിച്ചിട്ട് പോയി. എന്നിട്ട് ഏറ്റവും ഒടുവിൽ പറഞ്ഞ് അണ്ണം തരും എന്ന് പറഞ്ഞിട്ടാണ് പോയി. ഏത് അണ്ണനാന്ന് ഇതുവരെ ആ പാവപ്പെട്ട മനുഷ്യന് മനസ്സിലായിട്ടില്ല, ആ ചായക്കടക്കാരൻ ചേട്ടന്. അപ്പോൾ എന്നിട്ട് ആ പാവത്തെ പറ്റി അണ്ണനും കൊടുത്തില്ല, ചേട്ടനും കൊടുത്തില്ല, തമ്പിയും കൊടുത്തില്ല, ആരും കൊടുത്തില്ല. അവസാനം അത്രയും ചായ അടിച്ച കാശും ആ പാവത്തിൻ്റെ പോയി കിട്ടി. അപ്പോൾ ഇങ്ങനെ ജനങ്ങളെ എങ്ങനെ പറ്റിച്ച് ജീവിക്കാമെന്നതിനെ കുറിച്ചിട്ടാണ് ഈ ചേട്ടനും അനിയത്തിയും കൂടെ രാജ്യത്ത് നടന്ന് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് നമുക്കെല്ലാവർക്കും അറിയാം, ഇനി ഒരിക്കലും ഈ രാഹുൽ ഗാന്ധി ഇനി എത്ര തലമൂത്ത് പോയിരുന്നാലും ശരി, ഇനി ഒരു 60, 65, 70 വയസ്സായിരുന്നാൽ പോലും രാജ്യത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന് പറയുന്നൊരു പദത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ കയ്യിലിരിപ്പുകൊണ്ട് എത്തില്ല എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. ഇനി പ്രിയങ്ക ഗാന്ധിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവായ റോബർട്ട് വാദ്ര എന്ന് പറയുന്ന ആൾ BJPയെ കനപ്പിക്കാൻ വേണ്ടിയിട്ട് പണം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യവസായി കൂടിയാണ്. ഇവിടെ സംഭവിച്ചാൽ വയനാട്ടിൽ വന്നു നിന്നുകൊണ്ട് അനിയനും അല്ലെങ്കിൽ ചേട്ടനും അനിയത്തിയും തമ്മിൽ വഴക്കിട്ടതിൻ്റെ കഥ പറഞ്ഞിട്ട് ആ പാവപ്പെട്ടവരോട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പോൾ അങ്ങനെയെല്ലാം ഇവിടുത്തെ സാധാരണക്കാരെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഇവർ നാളെ കേരളത്തിൽ വന്നു നിന്നുകൊണ്ട് എന്ത് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്താനാണ്? എന്ത് താരപ്രചാരകരായിട്ടാണ് ഇവർ മാറുക? അവിടെ നിന്നുകൊണ്ട് ഏതെങ്കിലും ഒരാൾ ഒരു ചോദ്യം ചോദിച്ചാൽ അവരുടെ മുഖം അടച്ചടിക്കേണ്ട ഗതികേടിലാണ് കോൺഗ്രസ് നേതൃത്വം. മഹാപഞ്ചായത്ത് നടത്തിയ സമയത്ത് ഒരാൾ ചോദിച്ച ഒരു ചോദ്യത്തിന് മറുപടി പറയാനില്ലായിരുന്നു. അതായത് സ്ക്രിപ്റ്റഡ് ആയിട്ട് നടന്നൊരു പരിപാടിയിൽ ആരാണ് ഇടയ്ക്ക് കയറി ചോദ്യം ചോദിക്കുന്നത് എന്നായിപ്പോയി രാഹുൽ ഗാന്ധി. ഇതാണ് യഥാർത്ഥത്തിലുള്ള അവസ്ഥ. അപ്പോൾ താരപ്രചാരകന്മാരില്ലാത്തൊരു പാർട്ടിയായി. അതേസമയം ഇപ്പുറത്തോട്ട് നോക്കൂ, ഇവിടെ എല്ലാവരും കരയുന്ന ഇമോജിയൊക്കെ ഇട്ടിട്ട് പിന്നെ ഷംസീറിനെ കുറ്റം പറഞ്ഞു. ഈ പറയുന്ന M സ്വരാജ്, അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച കുറേയധികം നേതാക്കന്മാരുണ്ട്. P ജയരാജൻ, EP ജയരാജൻ, MV ജയരാജൻ, അങ്ങനെ തുടങ്ങി ഒരു പറ്റം MV ഗോവിന്ദ മാഷ്, ഇവരൊക്കെ അടങ്ങുന്ന ഒരു വലിയ PK ശ്രീമതി ടീച്ചർ, ഇങ്ങനെ തുടങ്ങി ഒരു പറ്റം ആളുകൾ അവിടെ അപ്പുറത്തുണ്ട്. ഈ ഇത്രയും നേതാക്കന്മാരുടെ ഒരു സംഘം മതിയെന്നേ ഈ തെരഞ്ഞെടുപ്പ് അങ്ങോട്ട് ചൂട് പിടിപ്പിക്കാൻ. ഇതുപോലെ അതിന് MA ബേബി അടക്കമുള്ള നേതാക്കന്മാർ വേറെയുമുണ്ട്. അപ്പോൾ ഇത്രയും നേതാക്കന്മാർ ഒരു ഘട്ടത്തിൽ ഓരോ മണ്ഡലങ്ങളിലും ഇവർക്ക് പ്രസംഗം ഏർപ്പെടുത്തിയാൽ ഓരോ ഭാഗങ്ങളിൽ പ്രചരണത്തേക്ക് ഇവരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന ഒരു ഇമ്പാക്റ്റ് വളരെ വലുതാണ്. ഇപ്പോൾ കളമശ്ശേരിയിലൊക്കെ P രാജീവ് തന്നെ മതി, അതോടൊപ്പം തന്നെ K രാജൻ, അതോടൊപ്പം തന്നെ ബിനോയ് വിശ്വം പുറത്ത് നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ പറയുന്ന VS സുനിൽകുമാർ പുറത്തുണ്ട്. അപ്പോൾ ഇങ്ങനെ തുടങ്ങിയ നിരവധി നേതാക്കന്മാർ പുറത്ത് ഇപ്പോഴും സർവ്വ ആയുധങ്ങളും തേച്ച് മിനുക്കി കാത്തിരിക്കുകയാണ്. കോൺഗ്രസിനെ വെട്ടാൻ പറ്റിയ ആയുധങ്ങളാണതെല്ലാം. കോൺഗ്രസ് പറയുന്നതിൻ്റെ 10 ഇരട്ടി ഇവിടെ ജനങ്ങളോട് സംസാരിക്കാൻ ആർജവമുള്ള നേതാക്കന്മാരാണ് സത്യത്തിൽ ഇപ്പോൾ CPM-ൻ്റേതായും CPI-യുടേതായും അല്ലെങ്കിൽ ഇടത് നേതാക്കന്മാരായി പുറത്തിരിക്കുന്നത്.
അപ്പോൾ ഇവർക്കെല്ലാം ബാക്കി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഓരോ നേതാക്കന്മാർക്കും അവരവരുടെ മണ്ഡലത്തിൽ നിന്ന് മാത്രം പ്രവർത്തിക്കാൻ കഴിയുമ്പോൾ ആ മണ്ഡലത്തിന് പുറത്തേക്ക് ഇറങ്ങാൻ തക്കവണ്ണം ശേഷിയുള്ള എല്ലാ മണ്ഡലങ്ങളിലേക്കും പോകാൻ ശേഷിയുള്ള ശക്തരായ ഒരുപറ്റ നേതാക്കന്മാർ CPM-ൽ ഇനിയും ബാക്കിയുണ്ടെന്നേ. ജയ്ക്ക് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ അവരൊക്കെ വാചക കസർത്ത് കൊണ്ട് വാചകങ്ങൾ കൊണ്ട് ഇവിടുത്തെ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുടെ യഥാർത്ഥ മൂല്യച്യുതിയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ അവരെ കൊണ്ട് സാധിക്കും. അതുകൊണ്ടാണ് അവരൊക്കെ താരപ്രചാരകരായി പുറത്തുണ്ടാവണം. ഇതൊരു തരം പൊളിറ്റിക്കലായിട്ടുള്ള മൂവ്മെൻ്റ് ആണ് സത്യത്തിൽ. ഇതാണ് ശരിക്കും കനകോലു പറയുന്ന എല്ലാ എണ്ണത്തിനെയും പിടിച്ച് കളത്തിലേക്ക് ഇറക്കിയപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഒരു കനകോലും ഇല്ലായിരുന്നിട്ട് പോലും വളരെ കൃത്യമായ മൂവ്മെൻ്റ് ആണ് ചില ആളുകൾ. അപ്പോൾ നോക്കിക്കോളൂ, എം സ്വരാജിൻ്റെ പ്രസംഗം കേൾക്കാൻ രാഷ്ട്രീയം ഏതാണെന്ന് പോലും നോക്കാതെ ആൾക്കാർ കൂട്ടം കൂടി എത്തും. പിന്നെ ഷംസീർ നല്ലൊരു പ്രാസംഗികൻ കൂടിയാണ് ഷംസീർ. അതോടൊപ്പം മറ്റൊരാളെ നോക്കി ജയ്ക്കിൻ്റെയും പ്രസംഗത്തെക്കുറിച്ച് ആർക്കും എതിരഭിപ്രായമൊന്നുമില്ല. MV ജയരാജനാണെങ്കിലും EP ജയരാജനാണെങ്കിലും P ജയരാജനാണെങ്കിലും ക്രൗഡ് പുള്ളേഴ്സാണ്. കണ്ണൂർ മേഖല നോക്കാൻ ഇവർ ഇത്രയും പേര് മാത്രം മതിയെന്നേ. കണ്ണൂരും കോഴിക്കോട് മേഖലകൾ നോക്കാൻ വേണ്ടി DP ജയരാജനും MV ജയരാജനും P ജയരാജനും മാത്രം വിചാരിച്ച കാര്യങ്ങൾ ഓടിപ്പോവും. പിന്നെ മധ്യ കേരളവും ഇങ്ങോട്ട് ഇളക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ബാക്കി നേതാക്കന്മാർ വേറെയുമുണ്ട്. ഇതെല്ലാം കൂടെ അങ്ങോട്ട് കഴിയുമ്പോഴേക്ക് ശക്തരായ കുറേ നേതാക്കന്മാർ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇടതുപക്ഷത്തിന് ചുക്കാൻ പിടിക്കാനുണ്ട് കേരളത്തിൽ. MV ഗോവിന്ദൻ മാഷിന് വേണമെന്നുണ്ടെങ്കിൽ എല്ലാ മണ്ഡലങ്ങളിലൂടെയും വേണമെങ്കിൽ ഒരു ഓട്ടപ്രദക്ഷിണം MV ഗോവിന്ദൻ മാഷ് നടത്തുകയും ചെയ്യാം. ഇതാണ് ഇടതുപക്ഷവും അല്ലെങ്കിൽ ഇടതുപക്ഷ പാർട്ടികളും കോൺഗ്രസും തമ്മിലുള്ള അല്ലെങ്കിൽ UDF-ഉം തമ്മിലുള്ള ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം. അവർ പ്രധാനപ്പെട്ട നേതാക്കന്മാരെയും എല്ലാവരെയും കളത്തിലിറക്കി തെരഞ്ഞെടുപ്പിനിറക്കി കളിച്ചപ്പോൾ ഈ ആൾക്കാരെ കൂട്ടാൻ ശേഷിയുള്ള ഒരുപറ്റം പ്രചാരകന്മാരെ ഇപ്പുറത്ത് മാറ്റി നിർത്തിയിട്ടാണ് പോയിരിക്കുന്നത്. ഇനിയിപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ പറയുമായിരിക്കും ശശി തരൂർ ഞങ്ങളുടെ താരപ്രചാരകനാണെന്ന്. വെറുതെ ചിരിപ്പിക്കല്ലേ എന്ന് മാത്രമേ അതിനെക്കുറിച്ച് പറയാനുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.